മിക്ക പ്രവർത്തനങ്ങളും ഇവിടുത്തെ പ്രധാന ക്ലബ്ബായ 35 വർഷമായ സുപ്രീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ഞങ്ങൾ ക്ലബിൻ്റെ ഞാനും ക്ലബിൻ്റെ പ്രവർത്തകനാണ്. ആദ്യകാല തുടക്കക്കാരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ എല്ലാ വർഷത്തിലും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുട്ടികൾക്ക് സമ്മാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഇന്നും ഞങ്ങൾ അത് പ്രവേശനോത്സവമാണെന്ന് അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്കുള്ള പ്രവേശനോത്സവത്തിൻ്റെ ആദ്യകാല തുടക്കം പഠന വിദ്യാരംഭം എന്ന രീതിയിൽ ഞങ്ങൾക്ക് സമ്മാനങ്ങളെല്ലാം കുട്ടികൾ കൊടുക്കുന്നുണ്ട്. തുടർന്നും ഞങ്ങളുടെ സഹകരണം നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്കും വേണം. ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അമ്മമാർക്കാണെങ്കിലും നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമ്മുടെ നാട്ടിലെ ക്ലബിൻ്റെ മാത്രമല്ല സൂപ്പർലിംഗ് എന്ന് പറഞ്ഞാൽ ലൈബ്രറി കൂടെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട ലൈബ്രറികൾ അവിടെ ഒരുപാട് 1500 2000 അടിച്ചിട്ടുള്ള ലൈബ്രറി ബുക്കുകളുണ്ട്. അമ്മമാർക്കാണെങ്കിൽ കുട്ടികൾക്കുള്ളത് പിന്നെ പഠിക്കുന്ന കുട്ടികൾക്കുള്ളതൊക്കെ ഒരുവിധ ബുക്കുകളൊക്കെ ഇവിടെ നമ്മൾ സൂപ്പർലിംഗ് ലൈബ്രറി വട്ടക്കാറ ലൈബ്രറി നിങ്ങൾക്ക് അംഗത്തെ എടുക്കാം. ഫ്രീ ആണ്. രജിസ്ട്രേഷൻ ഫീ മാത്രമേ ഉണ്ടാവുള്ളൂ. രജിസ്ട്രേഷൻ ഫീ ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ബുക്ക് എടുക്കാം. ആഴ്ചയിൽ നിങ്ങൾക്ക് റിപ്ലേസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അംഗൻവാടിയിൽ ഞാൻ കണ്ടിട്ടില്ല. അമ്മമാരും കുട്ടികളായിട്ട് അംഗൻവാടി ഇതുവരെ ഇല്ല. നമ്മൾക്ക് കുട്ടികളില്ലായിട്ടല്ല എല്ലാവരും നമ്മളെ കുട്ടികളെല്ലാവരും ഇതുപോലെ എല്ലാ ദിവസവും അംഗൻവാടിയിൽ കാണും. ഇന്ന് കളി ചേർത്ത് പോയി നമ്മളെ കുട്ടികളെ പിന്നെ ഇവിടെ കാണാത്ത രീതിയിലാവട്ടെ. എല്ലാവരും ബുദ്ധിമുട്ടാണ്, നടക്കാനോ ഓരോ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാവും. എന്നാലും എങ്ങനെയും നമ്മൾ അംഗൻവാടി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. നമ്മളെ അംഗൻവാടി നമ്മളെ നാട്ടിലത്തെ ഒരു സ്ഥാപനമാണ്. അത് മുന്നോട്ട് എങ്ങനെ പോകണം? ടീച്ചർ മാത്രം വിചാരിച്ചാൽ അംഗൻവാടി ഉണ്ടാവില്ല. ടീച്ചർക്ക് കുറ്റം ഉണ്ടാവുള്ളൂ. ടീച്ചർക്ക് അങ്ങനെ ഇങ്ങനെ ഇതുവരെ വന്ന കുട്ടികൾക്കും അഭിപ്രായം പറയാം, ആൾക്കാർക്കും അഭിപ്രായം പറയാം. ടീച്ചറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയാം. പിന്നെ ടീച്ചർ പഠിപ്പിക്കായോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും പറയാം. അപ്പോൾ ഇതേപോലെ നിറഞ്ഞ് എപ്പോഴും നമ്മൾ അംഗൻവാടിയിൽ കുട്ടികളെ കാണണം. ഇന്നിപ്പോൾ ഇവിടുന്ന് ചേർത്ത് എല്ലാവരും വന്നു. പിന്നെ അതേപോലെ എല്ലാവരും എല്ലാ ദിവസവും പറഞ്ഞയക്കുക. പിന്നെ